നമസ്കാരം സുഹൃത്തുക്കളെ, രഘുനാഥ് ചൈതന്യ ഡിഫൻസ് ആൻഡ് ജിയോ പൊളിറ്റിക്സിലേക്ക് സ്വാഗതം. പ്രതിരോധ രംഗത്തെയും അന്താരാഷ്ട്ര ബന്ധങ്ങളിലെയും ഏറ്റവും പുതിയ വിവരങ്ങളും വിശകലനങ്ങളും നമ്മൾ ഈ ചാനലിലൂടെ ചർച്ച ചെയ്യാറുണ്ട്. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ഇന്ത്യൻ പ്രതിരോധ മേഖലയെ തന്നെ അടിമുടി മാറ്റിമറിക്കാൻ പോകുന്ന ശത്രു രാജ്യങ്ങളുടെ ഉറക്കം കെടുത്തുന്ന ഒരു പുതിയ പ്രൊജക്റ്റിനെ കുറിച്ചാണ്. ഒരു വലിയ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിലാണ് ഞാനിന്നിവിടെ അവതരിപ്പിക്കാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഡിഫൻസ് ഫോറങ്ങളിലും സോഷ്യൽ മീഡിയയിലും ഒരു വാർത്ത വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. സൂപ്പർസോണിക് നിയർ സ്പേസ് കോമ്പാറ്റ് വെഹിക്കിൾ എന്ന പേരിലുള്ള ഒരു അത്യാധുനിക സ്ട്രൈക്ക് പ്ലാറ്റ്ഫോമിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. മാക് 2.5 വേഗതയിൽ സഞ്ചരിക്കാനും 800 കിലോമീറ്ററിലധികം ദൂരെയുള്ള ലക്ഷ്യസ്ഥാനങ്ങളെ തകർക്കാനും കഴിവുള്ള ഒരു ആയുധമാണ് ഇത്. എന്താണ് ഈ നിയർ സ്പേസ് വാർഫെയർ? ഇതൊരു മിസൈലാണോ അതോ ഒരു കാമിക്കാസെ ഡ്രോൺ ആണോ? അതീവ രഹസ്യമായിട്ട് വെക്കേണ്ട ഇത്തരം വിവരങ്ങൾ എങ്ങനെയാണ് പുറത്തു വന്നത്? ചൈനയും അമേരിക്കയും ഇതിനകം ഇത്തരം ആയുധങ്ങൾ വികസിപ്പിച്ചിട്ടുണ്ടോ? ഈ പ്രൊജക്റ്റ് എന്ന് യാഥാർത്ഥ്യമാകും? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉള്ള കൃത്യമായ ഉത്തരമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നത്. വീഡിയോ മുഴുവനും കാണാനായിട്ട് ശ്രമിക്കുക. ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ നിയർ സ്പേസ് അഥവാ ഭൂമിയുടെ അന്തരീക്ഷത്തിന് തൊട്ടുള്ള പ്രദേശം എന്നതാണ്. സാധാരണയായിട്ട് യുദ്ധവിമാനങ്ങൾ, അതായത് നമ്മുടെ സുഖോയ് 30 അല്ലെങ്കിൽ റഫാൽ പോലെയുള്ള ഫൈറ്റർ ജെറ്റുകൾ പരമാവധി 18 കിലോമീറ്റർ, ഏകദേശം 60,000 അടി ഉയരത്തിലാണ് പറക്കുന്നത്. മിക്ക ശത്രു രാജ്യങ്ങളുടെയും എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ഉയരത്തിൽ പറക്കുന്ന വിമാനങ്ങളെയും മിസൈലുകളെയും തകർക്കാൻ വേണ്ടിയാണ്. മറുവശത്ത് ചാര ഉപഗ്രഹങ്ങൾ പ്രവർത്തിക്കുന്നത് ഭൂമിയിൽ നിന്നും 100 കിലോമീറ്ററിന് മുകളിലുള്ള ലോ എർത്ത് ഓർബിറ്റിലാണ്. ഈ 18 കിലോമീറ്ററിനും 100 കിലോമീറ്ററിനും ഇടയിലുള്ള പ്രദേശത്തെയാണ് പ്രതിരോധ വിദഗ്ധർ നിയർ സ്പേസ് എന്ന് വിളിക്കുന്നത്. സ്ട്രാറ്റോസ്ഫിയർ ഉൾപ്പെടുന്ന ഈ പ്രദേശത്ത് വായുവിൻ്റെ സാന്ദ്രത വളരെ കുറവാണ്. താപനില -70 ഡിഗ്രി സെൽഷ്യസ് വരെയും താഴാം. ഈ ഒരു ശൂന്യതയിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ആയുധങ്ങൾ വികസിപ്പിച്ചെടുത്താൽ ശത്രുക്കളുടെ റഡാറുകൾക്കോ പരമ്പരാഗത എയർ ഡിഫൻസ് മിസൈലുകൾക്കോ അവയെ കണ്ടെത്താനോ തകർക്കാനോ സാധിക്കില്ല. ഈ ഒരു തന്ത്രപ്രധാനമായ വിടവിലേക്കാണ് ഇന്ത്യയുടെ പുതിയ സൂപ്പർസോണിക് നിയർ സ്പേസ് കോമ്പാറ്റ് വെഹിക്കിൾ കടന്നു വരുന്നത്. 18 മുതൽ 30 കിലോമീറ്റർ വരെ ഉയരത്തിൽ പറന്ന് ശത്രുക്കളുടെ കണ്ണ് വെട്ടിച്ച് ആക്രമണം നടത്താനായിട്ട് ഇതിന് കഴിയും. ഇന്ത്യൻ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ DRDO ആണോ ഇത് നിർമ്മിക്കുന്നത് എന്നായിരിക്കും പലരുടെയും സംശയം. എന്നാൽ ഇവിടെയാണ് ഇന്ത്യയുടെ പുതിയ പ്രതിരോധ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റത്തിൻ്റെ വിജയം നമ്മൾ കാണേണ്ടത്. ഉത്തർപ്രദേശിലെ ലക്നൗ ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന കലാം ലാബ്സ് എന്ന ഒരു സ്വകാര്യ സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് ഈ അത്യാധുനിക ആശയത്തിൻ്റെ പിന്നിൽ. ബിറ്റ്സ് പിലാനിയിൽ നിന്നിറങ്ങിയ യുവ എഞ്ചിനീയർമാർ നേതൃത്വം നൽകുന്ന ഈ സ്ഥാപനം ഇന്ത്യൻ സൈന്യത്തിന് വേണ്ടിയിട്ട് ഉയർന്ന പ്രദേശങ്ങളിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ഡ്രോണുകൾ ഇവർ ഇതിനകം തന്നെ പരീക്ഷിച്ച് വിജയിച്ചിട്ടുണ്ട്. അടുത്തിടെ 9,790 മീറ്റർ ഉയരത്തിൽ, അതായത് എവറസ്റ്റ് കൊടുമുടിയേക്കാളും ഉയരത്തിൽ സ്വന്തമായി ഡ്രോൺ പറത്തി ഇവർ റെക്കോർഡ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ അടുത്ത ഘട്ടമായിട്ടാണ് ഈ സൂപ്പർസോണിക് കോമ്പാറ്റ് വെഹിക്കിൾ അവർ പ്ലാൻ ചെയ്യുന്നത്. ഈ വാഹനം നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യകൾ അതിസങ്കീർണമാണ്. പ്രധാനമായിട്ടും ഇതിൻ്റെ പ്രൊപ്പൽഷൻ സിസ്റ്റം, അതായത് ഇതിനെ മുന്നോട്ട് കുതിക്കാൻ സഹായിക്കുന്ന എൻജിൻ. സാധാരണ ജെറ്റ് എഞ്ചിനുകൾക്ക് ഇത്രയും ഉയർത്തി പ്രവർത്തിക്കാൻ കഴിയില്ല, കാരണം അവിടെ ഓക്സിജൻ വളരെ കുറവാണ്. അതിനാൽ റാം ജെറ്റ് പ്രൊപ്പൽഷൻ എന്ന സാങ്കേതിക വിദ്യയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. അതായത് വായുവിനെ വളരെ വേഗത്തിൽ ഉള്ളിലേക്ക് വലിച്ചെടുത്ത് കംപ്രസ് ചെയ്ത് ഇന്ധനം കത്തിക്കുന്ന രീതിയാണ് ഇത്. ഇതിലൂടെ ഈ വാഹനത്തിന് ശബ്ദത്തേക്കാൾ 2.5 ഇരട്ടി വേഗതയിൽ സഞ്ചരിക്കാനായിട്ട് സാധിക്കും. മറ്റൊരു പ്രധാന വെല്ലുവിളി ഈ ഉയരത്തിലെ കൊടും തണുപ്പും മർദ്ദവ്യത്യാസങ്ങളുമാണ്. സാധാരണ ഡ്രോണുകളിൽ ഉപയോഗിക്കുന്ന ഫ്ലൈറ്റ് കൺട്രോളറുകൾ ഇവിടെ പരാജയപ്പെടും. അതിനാൽ കലാം ലാബ്സ് ഇതിനു വേണ്ടി മാത്രം 550 മെഗാഹെർട്സ് ശേഷിയുള്ള കസ്റ്റം ഫ്ലൈറ്റ് കൺട്രോളറുകൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. വായുവിൻ്റെ മർദ്ദം 1 കിലോ പാസ്കലായി കുറയുന്ന അവസ്ഥയിലും വാഹനത്തിൻ്റെ സ്ഥിരത നിലനിർത്താനായിട്ട് ഇവരുടെ പ്രത്യേക സോഫ്റ്റ്വെയറുകൾക്ക് കഴിയും. കൂടാതെ ശബ്ദത്തെക്കാളും വേഗത്തിൽ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന കടുത്ത ചൂടിനെ പ്രതിരോധിക്കാനായിട്ട് കാർബൺ ഫൈബർ കോമ്പോസിറ്റുകൾ കൊണ്ടാണ് ഇതിൻ്റെ ബോഡി നിർമ്മിക്കുന്നത്. ഇന്ധനം ലാഭിക്കാൻ വേണ്ടിയിട്ട് ഹൈഡ്രജൻ ബലൂണുകൾ ഉപയോഗിച്ച് ഈ വാഹനത്തെ 1,00,000 അടി മുകളിൽ എത്തിച്ചതിന് ശേഷം അവിടെ നിന്ന് ലോഞ്ച് ചെയ്യുന്ന ഒരു സിസ്റ്റവും ഇവർ വികസിപ്പിക്കുന്നുണ്ട്.
പലർക്കുമുള്ള സംശയമാണ് ഇതൊരു മിസൈലാണോ അതോ ഡ്രോൺ ആണോ എന്ന്. യഥാർത്ഥത്തിൽ ഇതൊരു അഡ്വാൻസ്ഡ് കാമിക്കാസെ ഡ്രോൺ അല്ലെങ്കിൽ ഒരു ലോയിറ്ററിംഗ് മിനീഷൻ ആണെന്ന് പറയാം. ഇതിന് ശത്രുവിൻ്റെ വ്യോമാതിർത്തിക്ക് മുകളിൽ 30 കിലോമീറ്റർ ഉയരത്തിൽ മണിക്കൂറുകളോളം പറന്ന് നടക്കാനായിട്ട് സാധിക്കും. ഇതിൽ ഘടിപ്പിച്ചിട്ടുള്ള ഇലക്ട്രോ ഒപ്റ്റിക്കൽ ഇൻഫ്രാറെഡ് സെൻസറുകൾ ഉപയോഗിച്ച് താഴെ നടക്കുന്ന ശത്രുക്കളുടെ നീക്കങ്ങൾ കൃത്യമായിട്ട് നിരീക്ഷിക്കാനായിട്ട് ഇതിന് സാധിക്കും. കൃത്യമായ ഒരു ലക്ഷ്യസ്ഥാനം, അതായത് ശത്രുക്കളുടെ റഡാർ സ്റ്റേഷനോ മിസൈൽ ലോഞ്ചറുകളോ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ ഇതൊരു മിസൈലായിട്ട് മാറും. 30 കിലോമീറ്റർ ഉയരത്തിൽ നിന്നും താഴേക്ക് കുതിക്കുന്ന ഈ വാഹനം അതിൻ്റെ ടെർമിനൽ അറ്റാക്ക് ഫേസിൽ 3 മാക്ക്, അതായത് ശബ്ദത്തേക്കാൾ 3 ഇരട്ടി വേഗത കൈവരിക്കും. ഇത്രയും വേഗതയിൽ മുകളിൽ നിന്നും വരുന്ന ഒരു ആയുധത്തെ തടയാനായിട്ട് ഇന്ന് ലോകത്തുള്ള ഒരു എയർ ഡിഫൻസ് സിസ്റ്റത്തിനും എളുപ്പത്തിൽ സാധിക്കില്ല. ചുരുക്കത്തിൽ നിരീക്ഷണം നടത്താനും അവസരം വരുമ്പോൾ സ്വയം പൊട്ടിത്തെറിച്ച് ശത്രുവിനെ ഇല്ലാതാക്കാനും കഴിവുള്ള ഒരു സൂപ്പർ ഡ്രോൺ ആണ് ഇത്. ഇതിൻ്റെ സ്ട്രൈക്ക് റേഞ്ച് 800 കിലോമീറ്ററിലധികം വരും എന്നത് നമ്മുടെ ശത്രു രാജ്യങ്ങൾക്ക് വലിയൊരു തലവേദനയാണ് സൃഷ്ടിക്കാൻ പോകുന്നത്. അപ്പോൾ ന്യായമായ ഒരു ചോദ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുമല്ലോ, ഇത്രയും പ്രഹരശേഷിയുള്ള, ഇത്രയും രഹസ്യമായ, ഇത്രയും തന്ത്രപ്രധാനമായ ഒരു ആയുധത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ എങ്ങനെയാണ് പുറത്തു വന്നത്? ഇതൊരു സീക്രട്ട് പ്രൊജക്റ്റ് അല്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. സത്യത്തിൽ ഇതൊരു DRDOയുടെ ബ്ലാക്ക് പ്രൊജക്റ്റ് അല്ല, മറിച്ച് ഇതൊരു പ്രൈവറ്റ് കമ്പനിയുടെ ആശയമാണ്, ഒരു കോൺസെപ്റ്റ് പിച്ച്. ഇന്നത്തെ കാലത്ത് ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഫണ്ട് ആവശ്യമാണ്. തങ്ങളുടെ പക്കൽ ഇത്രയും മികച്ച സാങ്കേതിക വിദ്യകൾ ഉണ്ടെന്നും തങ്ങൾക്ക് ഇന്ത്യയുടെ പ്രതിരോധ മേഖലയ്ക്ക് വേണ്ടിയിട്ട് ഇത്തരം അത്യാധുനിക ആയുധങ്ങൾ നിർമ്മിക്കാൻ കഴിയുമെന്നും ലോകത്തെയും ഇൻവെസ്റ്റർമാരെയും കാണിക്കാൻ വേണ്ടിയാണ് അവർ ഈ വിവരങ്ങൾ പുറത്തുവിടുന്നത്. ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഐഡെക്സ് ഇന്നൊവേഷൻസ് ഫോർ ഡിഫൻസ് എക്സലൻസ് പോലെയുള്ള പദ്ധതികളിൽ നിന്നും ഫണ്ട് ലഭിക്കാനും മിലിറ്ററിയുടെ ശ്രദ്ധ ആകർഷിക്കാനും ഇത്തരം വെളിപ്പെടുത്തലുകൾ സഹായിക്കും. നിലവിൽ ഇതൊരു കോൺസെപ്റ്റ് മാത്രമാണ്. നാളെ ഇന്ത്യൻ വ്യോമസേനയോ കരസേനയോ ഈ പ്രൊജക്റ്റ് ഏറ്റെടുക്കുകയും ഇതിൽ കൂടുതൽ ഫണ്ട് നിക്ഷേപിക്കുകയും ചെയ്താൽ പിന്നെ ഇതിൻ്റെ റേഞ്ച്, വേഗത, വാർഹെഡ് കപ്പാസിറ്റി തുടങ്ങിയ കൃത്യമായ വിവരങ്ങൾ അതീവ രഹസ്യമായിട്ട് സൂക്ഷിക്കപ്പെടും. അതുകൊണ്ട് തന്നെ നിലവിലെ ഈ ലീക്ക് യഥാർത്ഥത്തിൽ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി മാത്രമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി നമുക്ക് ലോകത്തെ മറ്റു രാജ്യങ്ങൾ ഇത്തരം ആയുധങ്ങൾ നിർമ്മിക്കുന്നുണ്ട് എന്നും കൂടി ഒന്ന് നോക്കാം. ഈ മേഖലയിൽ ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ നടത്തുന്നത് ചൈനയും അമേരിക്കയുമാണ്. ചൈനയുടെ പക്കൽ WZ-8 എന്ന പേരിലൊരു സൂപ്പർസോണിക് ഡ്രോൺ ഉണ്ട്. 30 കിലോമീറ്റർ ഉയരത്തിൽ മാക് 3 വേഗതയിൽ സഞ്ചരിക്കാനായിട്ട് ഇതിന് കഴിയും. പക്ഷേ WZ-8 പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ചാരപ്രവർത്തനങ്ങൾക്കും നിരീക്ഷണങ്ങൾക്കും വേണ്ടിയിട്ടാണ്. ഒരു അറ്റാക്ക് പ്ലാറ്റ്ഫോമായിട്ട് അതിനെ ചൈന ഉപയോഗിക്കുന്നില്ല. ചൈനയുടെ MD-22 എന്ന മറ്റൊരു ടെസ്റ്റ് പ്രൊജക്റ്റും ഇതേ സാങ്കേതികവിദ്യയാണ് പരീക്ഷിക്കുന്നത്. മറുവശത്ത് അമേരിക്കയുടെ DARPA, ഡിഫൻസ് അഡ്വാൻസ്ഡ് റിസർച്ച് പ്രൊജക്റ്റ് ഏജൻസി, കാലങ്ങളായിട്ട് നിയർ സ്പേസ് ആയുധങ്ങൾ വികസിപ്പിക്കുന്നുണ്ട്. അവരുടെ വിൻറ്റേജ് റേസർ എന്ന ലോയിറ്ററിംഗ് മിനീഷൻ പ്രൊജക്റ്റും SR-72 എന്ന ഹൈപ്പർസോണിക് കോൺസെപ്റ്റും ഏകദേശം സമാനമായ ആശയങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഈ വമ്പൻ രാജ്യങ്ങളോട് കിടപിടിക്കുന്ന സാങ്കേതികവിദ്യയാണ് ഇന്ത്യയിലെ ഒരു ചെറിയ സ്റ്റാർട്ടപ്പ് കമ്പനി വികസിപ്പിച്ചെടുക്കുന്നത് എന്നത് ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന കാര്യമാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം വരുന്നുണ്ടല്ലോ, എപ്പോഴാണ് ഈ ആയുധം ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഭാഗമാകാൻ പോകുന്നത്? നിലവിൽ ഈ വാഹനം അതിൻ്റെ ഡിസൈൻ സബ്സിസ്റ്റം ടെസ്റ്റിംഗ് ഘട്ടങ്ങളിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10 കിലോമീറ്റർ ഉയരത്തിൽ ഇവർ ഡ്രോൺ പറത്തിക്കഴിഞ്ഞു. എന്നാൽ 30 കിലോമീറ്റർ ഉയരത്തിൽ ഒരു റാംജെറ്റ് എഞ്ചിൻ ഉപയോഗിച്ച് മണിക്കൂറുകളോളം വിമാനം പറത്തുക എന്നത് സാങ്കേതികമായി വലിയൊരു വെല്ലുവിളിയാണ്. കാറ്റ്, താപനില, എയറോഡൈനാമിക്സ് എന്നിവയെല്ലാം പൂർണ്ണമായിട്ട് മനസ്സിലാക്കി വേണം ഇത് വികസിപ്പിക്കാനായിട്ട്. പ്രതിരോധ വിദഗ്ധരുടെ കണക്കുകൂട്ടലുകൾ അനുസരിച്ചിട്ട് 2028-2030 കാലയളവിൽ ഇതിൻ്റെ ആദ്യത്തെ പൂർണ്ണ രൂപത്തിലുള്ള പ്രോട്ടോടൈപ്പ് ടെസ്റ്റിംഗ് നടക്കാൻ സാധ്യതയുണ്ട്. എല്ലാം വിചാരിച്ച പോലെ നടന്നാൽ ഇന്ത്യൻ വ്യോമസേനയുടെ 5th ജനറേഷൻ ഫൈറ്റർ വിമാനമായിട്ടുള്ള AMCA സേനയുടെ ഭാഗമാകുന്ന 2032 മുതൽ 2035 കാലഘട്ടത്തിൽ ഈ സൂപ്പർസോണിക് കാമിക്കാസ് ഡ്രോണുകളും ഇന്ത്യൻ സൈന്യത്തിൻ്റെ ആയുധപ്പുരയിൽ എത്തിയേക്കാമെന്നാണ് കണക്ക് കൂട്ടുന്നത്. ഭാവിയിലെ യുദ്ധങ്ങൾ നടക്കാൻ പോകുന്നത് കരയിലോ കടലിലോ അല്ല, മറിച്ച് ഭൂമിയുടെ അന്തരീക്ഷത്തിന് മുകളിലുള്ള ഈ നിയർ സ്പേസിലായിരിക്കും. ശത്രുക്കളുടെ റഡാറുകൾക്ക് പിടികൊടുക്കാതെ അവരുടെ തലയ്ക്ക് മുകളിലൂടെ പറന്ന് കൃത്യമായ ആക്രമണം നടത്താൻ കഴിയുന്ന ഇത്തരം ആയുധങ്ങൾ ഭാവിയിൽ ഇന്ത്യയുടെ പ്രതിരോധ നിരയിലെ ഏറ്റവും വലിയ കരുത്തായിട്ട് മാറുമെന്നുള്ളതിൽ സംശയമൊന്നുമില്ല.
അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്ത്യയുടെ പുതിയ അതിവേഗ അതീവ രഹസ്യ സ്വഭാവമുള്ള സ്ട്രൈക്ക് പ്ലാറ്റ്ഫോമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായി തോന്നിയെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. പ്രതിരോധ മേഖലയിലെയും ജിയോ പൊളിറ്റിക്സിലെയും കൂടുതൽ ആഴത്തിലുള്ള വിശകലനങ്ങൾക്കും വാർത്തകൾക്കുമായിട്ട് ചൈതന്യ ഡിഫൻസ് ആൻഡ് ജിയോ പൊളിറ്റിക്സ് എന്ന ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ഭാരത് മാതാ കി ജയ്.